ഉമ്മീ. ജമീലയുടെ തൊഴിൽ ചാഞ്ഞിരുന്ന് ലച്ചു വിളിച്ചു. എന്താ ലച്ചു മോളെ, എന്തെങ്കിലും വേണോ ഉമ്മയുടെ കുഞ്ഞിന്? ലച്ചുവിന്റെ വയറിൽ അരുമയുടെ തലോടി ജമീല. വേണം. ലച്ചു തലയാട്ടി. എനിക്കുണ്ടല്ലോ ഉമ്മി, അടപ്രഥമ വേണം. ഇപ്പൊ ഉണ്ടാക്കട്ടെ, കഴിക്കോ ഉമ്മയുടെ കുഞ്ഞ്? അരുമയുടെ അവളുടെ നെറ്റിൽ ഉമ്മ വെച്ചു ജമീല. കഴിക്കും, കൊതി വന്നിട്ട് പാടില്ല. ഉമ്മി നീ ഇറക്കിക്കൊണ്ട് പെണ്ണ് അവരെ നോക്കി. മോൾ ഇവിടെ ഇരുന്നു, ഞാൻ അതൊന്ന് നോക്കട്ടെ എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന്. ഇല്ലെങ്കിൽ അലുവിനെ വിളിച്ചു പറയാം, അവനിപ്പോ വരുമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. ജമീല പറഞ്ഞതിന് ലച്ചു മോളിക്കൊണ്ട് തലയാട്ടി. ഒരുപാട് നേരം ഒരേ ഇരിപ്പ് ഇരിക്കണ്ട കേട്ടോ, ഇടയ്ക്കുന്ന് എഴുന്നേറ്റ് പതിയെ നടന്നു. ലച്ചു തലയാട്ടിക്കൊണ്ട് അടുത്തിരുന്ന കുപ്പിയിലെ വെള്ളം കുടിക്കാൻ എടുക്കുന്നത് കണ്ടിട്ടാണ് ജമീല കിച്ചണിലേക്ക് പോയത്. പുറത്തൊരു കാർവ് നിൽക്കുന്ന ശബ്ദം കേട്ട് ലച്ചു എഴുന്നേറ്റ്. ഉമ്മുമ്മ മുറിക്കുള്ളിലാണ്. ഉമ്മി കിച്ചണിൽ വന്ന് അല്ലൂസല ആരാണെന്ന് നോക്കാനായി ലച്ചു പതിയെ എഴുന്നേറ്റ് ഹാളിൽ വന്ന് സീറ്റോട്ടിലേക്ക് വരാൻ തുടങ്ങിയതും കാറിലെ നാസിമ പുറത്തേക്കിറങ്ങി വേഗത്തിൽ ഹാളിലേക്ക് കയറി വന്നു. നീയോ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? കാറിന്റെ ശബ്ദം കേട്ട് ആരെന്നറിയാൻ മുറിയിൽ നിന്ന് വന്ന ആയിഷമ ചോദിച്ചു. കിച്ചണിൽ നിന്ന് ജമീലയും അങ്ങോട്ട് വന്നു. ലച്ചുവാണെങ്കിൽ നസീമയെ കണ്ട ഭയത്തിൽ ഒരു താങ്ങിനെ ചുമരോട് ചാരി നിന്ന് പോയി. അതെന്ത് ചോദ്യാണുമ്മ? ഞാൻ എന്റെ ഉമ്മയും ഉപ്പയും പിന്നെ പ്രിയപ്പെട്ട മരുമകളെയും കാണാൻ വന്നതല്ലേ. നസീമിന്റെ വരവ് നല്ലതിനല്ലെന്ന് 3 പേർക്കും ഒരുപോലെ തോന്നി. ജമീല ഒരു പിടച്ചിലോടെ ഓടി കിച്ചണിൽ ചെന്ന് ഫോൺ എടുത്ത് അൽത്താഫിനെ വിളിച്ചു. എന്നാൽ 2 തവണ വിളിച്ചിട്ടും അവൻ കോൾ എടുത്തില്ല. പിന്നൊട്ടും ചിന്തിക്കാതെ ഇബ്രാഹിമിനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോ എത്തും, പേടിക്കണ്ട, കൂടെ നാസറുമുണ്ടെന്ന് പറഞ്ഞു. ഫോൺ വെച്ചു. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓടി ലച്ചുവിന്റെ അരികിൽ വന്നു. ലച്ചു മോള് വായോ, കുറെ നേരമായില്ലേ ഇവിടെ നിൽക്കുന്നു, റൂമിൽ പോകാൻ വാ. ജമീല ലച്ചുവിനെ റൂമിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. നസീമയെ കാണുന്നതും ലച്ചുവിന് തോന്നിയ ഭയം അതാ കണ്ണുകൾ തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. ഇരു കൈകൊണ്ടും വയറും പൊതിഞ്ഞു പിടിച്ച് ലച്ചു ജമീലയ്ക്കൊപ്പം മുറിയിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെങ്ങ് പോയാലോ? എവിടെയാ നീ ഓടുന്നേ? ഇവിടെ നിൽക്കടി. ലച്ചുവിന്റെ കയ്യിൽ പിടിച്ച് വലിച്ച് നസീമ ജമീലയുടെ കയ്യിൽ നിന്നും അവളുടെ പിടി വിട്ടുപോയി. ലച്ചു നിലത്തേക്ക് വീഴാൻ പോയി. വിട്, എന്റെ കൈ വിട്, എന്നെ വിടാൻ പറയുമേ. ലച്ചു പേടിയോടെ നിറഞ്ഞു തൂവുന്ന മിഴിയോടെ നസീമയെ നോക്കി പറഞ്ഞിട്ട് ജമീലെ വിളിച്ചു കരഞ്ഞു. അയ്യോ എന്റെ മോള്, ലച്ചുമോളെ. ജമീലയും ആയിഷുമയും നിലവിളിച്ചുകൊണ്ട് ലച്ചുവിന്റെ അടുത്തേക്ക് വന്നു. നിലത്തേക്ക് വീഴാതെ ചുണ്ടിൽ പിടിച്ചിരുന്ന ലച്ചു അപ്പം ഒരു കൈ കൊണ്ട് വയറും താങ്ങി പിടിച്ചു. നസി, നീ മര്യാദയ്ക്ക് പോകാൻ നോക്ക്, കൊച്ചിനെ വിട്ടിട്ട്. ആയിഷമ്മൻ നസീമയ്ക്ക് അരികിൽ വന്നു പറഞ്ഞു. ഓഹോ, കൊച്ചു കുഞ്ഞു, എന്താ സ്നേഹം. ഇവളുടെ വയറ്റിൽ ഈ 2 എണ്ണം കുരുത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത്ര സ്നേഹം ഇവളോട്? അതങ്ങ് ചത്തുപോയാലോ? അതിന് ഞാൻ കൊല്ലും. അതിന് തന്നെയാ ഇന്ന് വന്നത്. നസീമ ഭ്രാന്തിയെ പോലെ പുലമ്പിക്കൊണ്ട് ലച്ചുവിന്റെ കവളിൽ ആഞ്ഞടിച്ചു. വേദനയോടെ നിലത്തേക്ക് ഇരുന്ന് ലച്ചു. അപ്പോഴേക്കും കൈകൾ വയറിൽ പൊതിഞ്ഞു പിടിച്ചിരുന്നു. അമ്മയുണ്ട് കൂടെ എന്ന പോലെ. എന്റെ കുഞ്ഞ്, അതിനെ എങ്ങനെ രക്ഷിക്കണം, അത് മാത്രമായിരുന്നു ലച്ചുവിന്റെ ഉള്ളിൽ. ജമീല എത്ര പിടിക്കാൻ ശ്രമിച്ചിട്ട് നസീമ അവരെ കുടഞ്ഞെറിഞ്ഞു. വിരടി എന്റെ പിള്ളാരെ. ആയിഷമ ഓടി വന്ന നസീമയുടെ കയ്യിലും മുതുകിലുമൊക്കെ അടിച്ചു. നസീമ അവരെ പിടിച്ച് ഉന്തി വിട്ടു. ആയിഷമ ഒരിടത്തും പിടികിട്ടാതെ സെറ്റിൽ ചെന്ന് മലർന്ന് വീണും പിന്തല ഇടിക്കുകയും ചെയ്തു. അവിടെ കണ്ണുകൾ അടയുന്നത് കണ്ടതും ജമീല അവർക്കരികിലേക്ക് ഓടി. നിനക്ക് എന്റെ മോനെ വേണം അല്ലടി? നിന്റെ കുഞ്ഞിനെ നീ ഇപ്പോ പൊതിഞ്ഞു പിടിക്കുന്നുണ്ടല്ലോ, അതുപോലെയല്ലേ എനിക്കെന്റെ മോൻ. ഭർത്താവിനും മോനും വേർക്കപ്പെട്ടവളാണ് ഞാനിപ്പോ. അവരിതൊക്കെ പറയുമ്പോൾ നിലത്തിരുന്നു കൊണ്ട് ലച്ചു പിന്നിലേക്ക് നിരങ്ങി നീങ്ങാൻ ശ്രമിച്ചു. അവിടെ ഇരിക്കടി ദാരിദ്ര്യവാസി. ലച്ചുവിന്റെ പിന്നിൽ ഒതുക്കി കെട്ടിയ തലമുടി വലിച്ചു ചുറ്റിപ്പിടിച്ചു നസീമ. ആ ഉമ്മീ. ലച്ചു ഇരു കൈകൊണ്ടും നസീമയുടെ കയ്യിൽ പിടിച്ചു. ജമീലയെ നോക്കി നിലവിളിച്ച് ആടികൊണ്ട കവിൾത്തടങ്ങൾ പൊള്ളിയതുപോലെ അവൾക്ക് വേദനിച്ചു. വിളിച്ചു കൂവലടി, നിന്നെയും നിന്റെ ഈ സന്തതിയെ ഞാൻ കൊല്ലും, അലറി പറഞ്ഞു നസീമ ലച്ചുവിനെ ചവിട്ടാൻ കാലുയർത്തി. ഇരു കൈകൊണ്ടും വയറിൽ പൊതിഞ്ഞു പിടിച്ച നിലവിളിയോടെ ലച്ചു പിന്നിലേക്ക് നീങ്ങാൻ ശ്രമിച്ചു. പക്ഷെ നസീമ മുടി ചുറ്റിപ്പിടിച്ച് വെച്ചത് കാണാം. തലമുടി പറഞ്ഞു പോകും പോലെയുള്ള വേദനയിൽ അവൾക്ക് അനങ്ങാൻ സാധിച്ചില്ല. വയറിന് നേരം നീണ്ടുവരുന്ന കാല് കണ്ട് കണ്ണുകൾ മുറുക്കിയടിച്ച് അലറി കരഞ്ഞു ലച്ചു. അലർച്ച ആരുടേതെന്നറിയാതെ തന്റെ വയറിൽ ആ കാല് പതിഞ്ഞില്ല എന്ന ആശ്വാസത്തോടെ കണ്ണു തുറന്ന് ലച്ചുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞ് മുന്നിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നസീമ നിലത്ത് ആ തളം കിട്ടിയ രക്തത്തിൽ പുഴുവിനെ പോലെ നുരയ്ക്കുന്നു. തൊട്ടടുത്ത ഭദ്രകാളി പോലെ വലിയൊരു ചട്ടുകവും പിടിച്ച് ജമീല മുഖത്തും ദേഹത്തുമൊക്കെ രക്തം തീർച്ചു കിടപ്പുണ്ട്. ഉമ്മി മോളെ. വാതിൽക്കൽ വന്ന ഇബ്രാഹിം ലച്ചുവിനൊപ്പം അലറി വിളിച്ചുകൊണ്ട് ഓടി വന്ന് ജമീലയെ പിടിച്ച പിന്നിലെ നാസറും ഓടി അകത്തേക്ക് വന്നു. ബാപ്പാ, എന്റെ മോള്, എന്റെ ലച്ചുവിനെ കൊല്ലാൻ നോക്കിയോണ്ടാ ഞാൻ, വാവിട്ട് കരഞ്ഞുകൊണ്ട് ജമീല പറഞ്ഞു. ഇതൊക്കെ കേട്ട് ചുമരിൽ ചാരി തുറച്ച് കണ്ണുകളുമായി ജമീല തന്നെ നോക്കി ലച്ചിരുന്നു.
ആശുപത്രിയിലേക്കുള്ള പടികൾ അൽത്താഫ് ഓടിക്കേറുകയായിരുന്നു. ഐസിയുവിന് മുന്നിൽ പകച്ചിരിക്കുന്ന അക്ബറിന്റെ അരികിലാണ് അവൻ ആദ്യം എത്തിയത്. ബാബി, എന്താ എന്താ സംഭവിച്ചത്? എന്റെ പാത്തു എവിടെ? പരിഭ്രാന്തിയുടെ അൽത്താഫ് അയാളെ പിടിച്ചു കുലുക്കി. മോള് ഓപ്പറേഷൻ തിയേറ്ററിലാണ്. എന്താ? എന്റെ അവൻ തളർച്ചയുടെ അയാളെ നോക്കി. ഇവിടെ പിന്നെ ആരാ? നിന്റെ ഉമ്മയാണ്. ഏ എന്തു പറ്റിയാണ് ബാപ്പി ഉമ്മയ്ക്ക്? നിറഞ്ഞ കണ്ണോടെ അൽത്താഫ് അക്ബറിന്റെ മുഖത്തേക്ക് നോക്കി. അതൊക്കെ പറയാം. ഇപ്പോ നിന്റെ ഉമ്മയ്ക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ ലച്ചുമോളും അവൾക്ക് സി സെക്ഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതുപോലെ നിന്റെ ഉമ്മുമ്മ ഇപ്പോ ഇവിടെ ഏതോ റൂമിലുണ്ട്. നീ ഇപ്പോ നിന്റെ പാത്തുന്റെ കാര്യം നോക്ക്. ബാക്കിയൊക്കെ പിന്നെ നോക്കാം മോനെ. ഹലോ മോനെ, നിന്നെ അവിടെ ഡോക്ടർ ഗായത്രി വിളിക്കുന്നുണ്ട്. അക്ബർ പറഞ്ഞതും നാസർ അങ്ങോട്ട് വന്നു അൽത്താഫിനെ വിളിച്ചു. എന്താ മാമ, ഇവിടെ എന്താ നടക്കുന്നത്? ഞാൻ രാവിലെ പോകും വരെ യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ. എല്ലാ കുഴപ്പവും ഉണ്ടാക്കിയത് നിന്റെ ഉമ്മി ഒറ്റ ഒരാളാണ്. അതൊക്കെ പിന്നെ. ഇപ്പൊ കൊച്ചിന്റെ അവസ്ഥ എന്താന്ന് നോക്കാം. നീ വന്നേ. നാസർ അൽത്താഫിനെ ചേർത്ത് പിടിച്ച ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിലെത്തി. ആ, അച്ഛനെത്തിയപ്പോഴേക്കും മോൾ ഇങ്ങ് വന്നല്ലോ. അതിയായ സന്തോഷത്തോടെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞൊരു കുരുന്നുമായി ഡോക്ടർ ഗായത്രി ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽക്കൽ വന്നു. മോളാണോ? നാസർ വെപ്രാളത്തോടെ ചോദിച്ചു. അതേലോ, മോളാണ്. ദാ വാങ്ങിച്ചോ. ഡോക്ടർ അൽത്താഫിന് നേരെ കുഞ്ഞിപ്പിന്നെ നീട്ടിപ്പിടിച്ചു. എന്റെ പാത്തു. ശബ്ദം പോലും പുറത്തു വരാത്ത പണം അവൻ തളർന്നു. പേടിക്കണ്ട, ഇപ്പൊ എല്ലാം ഓക്കെയാണ്. കൊണ്ടുവരുമ്പോ ഒന്നും പറയാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. പ്രഷർ ഒരുപാട് കൂടിയൊപ്പം ബ്ലീഡിങ്ങും. എന്തായാലും ദൈവം കൂടെയുണ്ട്. അമ്മയും കുഞ്ഞും ഒരു കുഴപ്പവും കൂടാതെ ഇരിപ്പുണ്ട്. ദാ മോളെ പിടിച്ച ഡോക്ടർ വീണ്ടും പറഞ്ഞു. എന്റെ മോളെ വാങ്ങാൻ യോഗ്യയായ ഒരാൾ ഉണ്ട്. ഇപ്പൊ വരാം, ഒരു നിമിഷം. ഗായത്രിയോട് പറഞ്ഞിട്ട് കുറച്ചു മാറി മുഖം കുനിച്ച് ചോര തെറിച്ച വസ്ത്രവുമായിരിക്കുന്ന ജമീലെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അൽത്താഫ്. മോനെ അല്ലു, ഞാൻ. ജമീല അവനോട് എന്തോ പറയാൻ ശ്രമിച്ചു. മാമി വായോ, കുഞ്ഞാമി കാണണ്ടേ? അവളെ മാമി തന്നെ വാങ്ങണം. അതും ഞാനും എന്റെ പാത്തും നേരത്തെ തീരുമാനിച്ചതാണ്. വായോ. ജമീലയും ചേർത്ത് പിടിച്ചുകൊണ്ടുവന്ന് ഡോക്ടർക്ക് മുന്നിൽ നിർത്തി അൽത്താഫ്. അവർ ജമീലയുടെ കൈകളിൽ കുഞ്ഞുഅമ്മിയെ വെച്ചു കൊടുത്തു. ആ പൊടിപ്പായതിൽ നെഞ്ചോട് ചേർത്ത് കണ്ണുനീരോടെ എല്ലാവരെയും മാറി മാറി നോക്കിയവൾ. നാസർ ഇടത് കൈകൊണ്ട് അവളെയും കുഞ്ഞിനെയും ഒരുപോലെ ചേർത്ത് പിടിച്ചു. അങ്ങോട്ട് വരികയായിരുന്ന ഇബ്രാഹിമിനും കണ്ണുകൾ നിറഞ്ഞു. മുന്നിലെ കാഴ്ച മങ്ങി. അയാളുടെ കൈകളിൽ മുറക്ക് പിടിച്ചു നിന്ന ആയിഷുമ കണ്ണുകൾ അമർത്തി തുടച്ചു. ദൈവത്തിന് നന്ദി പറഞ്ഞു. ഒരു പോറൽ പോലും ഏൽക്കാതെ ആ കുഞ്ഞിപ്പെണ്ണിനെ ഇങ്ങ് തന്നതിന്. അക്ബറും കൂടെ വന്ന് കുഞ്ഞിപ്പെണ്ണിനെ കണ്ടതോടെ സിസ്റ്റർ അവളെ താങ്ങി നേരെ അകത്തേക്ക് കൊണ്ടുപോയി. ഇനി ലച്ചുവിനെ റൂമിലേക്ക് മാറ്റുമ്പോൾ ആ കൂടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് നസീമിന്റെ ജീവന് ആപത്തൊന്നുമില്ല. അപകടനില തരണം ചെയ്തെങ്കിലും സ്കാൻ ചെയ്തപ്പോൾ തള്ളിക്കുള്ളിൽ ഒരു ട്യൂമർ കണ്ടെത്തി. അതിനെ വിശദമായി പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കേസൊന്നും വേണ്ടെന്ന് അക്ബറും അൽത്താഫും പറഞ്ഞതുകൊണ്ട് ഡോക്ടർ ഋഷിയുടെ ഫ്രണ്ട് ആയതുകൊണ്ടും നസീമ വീണതാണെന്ന് റിപ്പോർട്ടിൽ എഴുതി. അതും ഒഴിവായി. ഇനിയിപ്പോ ലച്ചുവിനെയും മോളെയും കാത്തുള്ള ഇരിപ്പാണ് എല്ലാവരും. മോനെ അല്ലോ, മാമയുടെ ദേഷ്യാണോടാ? കസേരയിൽ ചാരി കണ്ണുകൾ അടച്ചിരിക്കുന്നവന്റെ തലയിൽ തലോടി ജമീല ചോദിച്ചു. അപ്പം വിങ്ങി കരയുകയും ചെയ്യുന്നുണ്ട്. എന്തിനാ മാമയ്ക്ക് സങ്കടം വന്നേ? ഇവിടെ ഇരിക്ക്. അവൻ ജമീലയെ പിടിച്ച് അടുത്ത് തന്നെ കിടന്ന കസേരയിലിരുത്തി. പിന്നെ ചുറ്റിനും നോക്കി. അവിടെയും ഇവിടെയുമായി 3-4 പേര് ഇരിപ്പുണ്ട്. ഇന്നലെ സി സെക്ഷൻ കഴിഞ്ഞ ഏതോ കുട്ടിയുടെ ബന്ധുക്കളാകും. ഇന്നിപ്പോ വലിയ തിരക്കില്ല. മാമി എന്താ? അൽത്താഫിന് അവിടെ സങ്കടം കണ്ട് വിഷമം തോന്നി. മോനെ, ഞാൻ എന്റെ മോളെ രക്ഷിക്കാൻ വേറെ വഴിയൊന്നും കാണാഞ്ഞിട്ടാണ്. എന്നെ വെറുക്കല്ലടാ. അവന്റെ കൈകളിൽ മുഖം പൊഴുത്തി കരഞ്ഞു അവർ. എന്റെ പൊന്നുമോള് ഇത്തിരി അടപ്രഥമൻ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് എനിക്ക് അതുപോലും ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല. ജമീല മുഖം അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ എന്തിനാ മാമിയെ വെറുക്കുന്നത്? മാമിയുടെ സ്ഥാനത്ത് ആ സമയം ഞാനായിരുന്നെങ്കിൽ കൊല്ലുക തന്നെ ചെയ്യുമായിരുന്നു എന്റെ പാത്തൂനെ. എന്റെ പൊന്നുമോളെയൊക്കെ കൊല്ലാൻ ശ്രമിച്ചവരെ മനസ്സുകൊണ്ട് 100 തവണ ഞാൻ കൊന്നു കഴിഞ്ഞു. പിന്നെ പായസം, അത് സാരില്ല. എന്റെ പാത്തുനെ മാമി എങ്ങനെയാണ് നോക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാലോ. പിന്നെന്താ? അല്ലു നാസറും അവന്റെ അരികിൽ വന്നിരുന്നു. അവനെ ചേർത്ത് പിടിച്ചു. എന്റെ ഉമ്മി മാത്രം എന്താ മാമ എങ്ങനെയായിപ്പോയത്? എന്റെ കുഞ്ഞാമ്മയെ കാണാൻ, ഒന്ന് തൊടാൻ ഒരിക്കലെങ്കിലും എന്റെ ഉമ്മ എന്താ തോന്നാത്തത്? അൽത്താഫ് വിങ്ങിപ്പൊട്ടി നാസറോട് ചോദിക്കേ അയാൾക്ക് എന്ത് പറയണമെന്നറിയാതെ പോയി. എന്തെങ്കിലും മാറൊന്ന് ചിന്തിക്കാനല്ലടാ നമുക്ക് കഴിയൂ. അവളെ ചെയ്തു കൊട്ടിയതിനൊക്കെ കിട്ടുന്ന ശിക്ഷയുടെ അളവ് കുറയണേ എന്നൊരു പ്രാർത്ഥനയാണ് എനിക്ക്. അല്ലെങ്കിൽ ആ അവസ്ഥയും നമ്മൾ തന്നെ കാണണ്ടേ? അൽത്താഫിനെ ചേർത്ത് പിടിച്ച നാസർ പറഞ്ഞു. മാമി വിഷമിക്കല്ലേ. അതെന്റെ പാത്തുനെ സഹിക്കില്ല. അവള് സുമമ്മയുടെ സ്ഥാനത്താണ് മാമിയെ കാണുന്നത്. അൽത്താഫ് ജമീലയോട് പറയേ അതറിയാമെന്ന പോലെ അവൾ തലയനക്കി. ഇപ്പൊ ലച്ചുവിനെയും കുഞ്ഞാമ്മയും റൂമിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞതോടെ അൽത്താഫ് നാസറും ഐഷുമയും ജമീലയും റൂമിൽ അക്ഷമയുടെ ഇരിക്കുവാണ്. നാസറെ, നീ ബാപ്പി ഒന്ന് വിളിച്ചു നോക്കിക്കേ.
ഒന്ന് വന്ന കുഞ്ഞിപ്പെണ്ണിനെയും ലച്ചുമോളെയും കണ്ടിട്ട് പോകാലോ. ഇബ്രാഹിം അക്ബറിന്റെ കൂടെ നസീമിന്റെ ആവശ്യത്തിന് ഓടി നടക്കുവാണ്. അവിടെ തലയിലെ ഈ ട്യൂമറിന്റെ കാര്യമൊന്നും ആയിഷുമ അറിഞ്ഞിട്ടില്ല. അതാണ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത്. ഇപ്പൊ വിളിക്കണ്ടമ്മ, മോളെ കൊണ്ടുവട്ടെ, ഞാൻ കണ്ടിട്ട് അങ്ങോട്ട് പോവാം. ഇപ്പോ അവർ രണ്ടാളും കൂടെ വന്ന് കുഞ്ഞിനെ കണ്ടോളും. നാസർ തന്നെ പ്രതിവിധിയും പറഞ്ഞു. ആ അത് മതി, എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ എന്റെ കുഞ്ഞുങ്ങളെ കാത്തല്ലോ തമ്പുരാനെ. ഇന്നലത്തെ സംഭവങ്ങൾ ഓർമ്മിക്കാൻ പോലും വയ്യ. നെഞ്ചിൽ കൈവച്ച ഐഷുമ പറയുമ്പോൾ അൽത്താഫ് കണ്ണുകൾ ഇറുക്കി അടച്ച് അവന്റെ ഉള്ളിൽ തന്റെ കുഞ്ഞിന്റെ ജീവന് വേണ്ടി ഉമ്മയുടെ മുന്നിൽ കേഴുന്നൊരു പെണ്ണിന്റെ മുഖം തെളിഞ്ഞു. അവന്റെ പാത്തുവിന്റെ ആ വലിയ വയറും താങ്ങിയിരുന്ന എന്റെ പെണ്ണിന്റെ മുഖത്ത് അടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഉമ്മി? എന്റെ പൊന്നുമോള് കിടക്കുന്ന ആ വയറിൽ എന്റെ കുഞ്ഞിനെ ചവിട്ടാനല്ലേ നിങ്ങൾ കാലുയർത്തിയത്? നസിമി ഓർക്കുമ്പോൾ വെറുപ്പോടെ കൈമുഷ്ടി ചുരുട്ടി അൽത്താഫ്. അപ്പൊ തന്നെ മറ്റൊരു മുഖം അവന്റെ ഉള്ളിൽ തെളിഞ്ഞു. മകളായി കാണുന്നവളുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിക്കാൻ താനൊരു കൊലയാളിയാകുമെന്ന് പോലും ചിന്തിക്കാതെ പ്രവർത്തിച്ച ജമീലെ അവൻ അലിവോടെ അതിലേറെ സ്നേഹത്തോടെ നോക്കി. അടുത്തിരുന്ന അവിടെ തോളിലേക്ക് ചാഞ്ഞിരുന്ന അവന്റെ കണ്ണും നിറഞ്ഞുപോയി. അമ്മയെ അവൻ പ്രസവിക്കണമെന്നോ പേറ്റുനോവ് അറിയണമെന്നോ ഇല്ലെന്ന് പറയുന്നത് എത്ര ശരിയാണെന്നാണ് ജമീലയുടെ പ്രവൃത്തി കാണുമ്പോൾ അൽത്താഫ് ഓർത്തത്. ഇതിനിടെ ലച്ചുവിനെ കുഞ്ഞിപ്പെണ്ണിനെ റൂമിലേക്ക് കൊണ്ടുവന്നു. ലച്ചുവിനെ അൽത്താഫ് തന്നെയാണ് ബെഡിലേക്ക് എടുത്തു കിടത്തിയത്. പിന്നെ അവൻ ഇത്തിരി പിന്നിലേക്ക് മാറി നിന്നു. സിസ്റ്റർ ഫീഡ് ചെയ്യിക്കേണ്ട വിധവും ഇടയ്ക്ക് ലച്ചുവിനെ എഴുന്നേൽപ്പിച്ച് നടത്താനൊക്കെ പറഞ്ഞു ഏൽപ്പിച്ചു. ഇനി ബാക്കിയൊക്കെ ഡോക്ടർ പറയുമെന്ന് പറഞ്ഞിട്ട് പോയി. അൽത്താഫ് ചുമരിൽ ചാരി നിന്നു ലച്ചുവിനെ തന്നെ നോക്കി. നാസ്രൻ ജമീലയും ഐഷുമയും ഒക്കെ ലച്ചുവിനോട് ഓരോന്ന് ചോദിക്കുകയും ഉറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണെ തൊട്ടും തലോടിയും ഒക്കെ നോക്കുന്നുണ്ട്. ലച്ചുവിന്റെ കണ്ണുകളും ഇടയ്ക്കിടെ മാറി നിൽക്കുന്നവനെ തഴുകിപ്പോയി. അവന്റെ നിൽപ്പ് കണ്ടതോടെ ആ മുഖം വീർത്തു, കണ്ണുകളും ചുണ്ടും കോർത്തു. ഇനി നമുക്ക് അങ്ങോട്ട് പോകാമ, എന്നിട്ട് അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. നീ പോയിട്ട് അവരിങ്ങോട്ട് വിടും. ഇവിടെ പിന്നെ ആരോ ഉള്ളത്? അതുമ്മ ഇവളെയും കൂട്ടിയെന്ന് ക്യാൻറ്റീനിൽ പോയി ചായ കുടിച്ചിട്ട് വായോ. ഇവിടെ അല്ലുണ്ടല്ലോ. ജമീലെ കണ്ണു കാണിച്ച് നാസർ പറഞ്ഞു. ലച്ചുവിനും മല്ലുനും ഇത്തിരി നേരം ഒരുമിച്ചിരിക്കാൻ കിട്ടിക്കോട്ടെ എന്നോർത്താണ് നാസർ പറഞ്ഞെന്ന് മനസ്സിലായതോടെ ജമീല ഐഷുമയെ കൂട്ടി പോകാനിറങ്ങി. കൂടെ നാസറും. ഡോർ തുറന്നിറങ്ങുമ്പോൾ നാസർ അൽത്താഫിന്റെ തോളിലൊന്ന് അമർത്തി പിടിച്ചു. അവർ പുറത്തേക്ക് ഇറങ്ങിയതും അൽത്താഫ് വാതിലടച്ച് കുറ്റിയിട്ടു. പിന്നെ പാഞ്ഞ് ലച്ചുവിന്റെ അരികിലെത്തി. പാത്തുമോ? ലച്ചുവിനെ ഞെട്ടിച്ചുകൊണ്ട് അൽത്താഫ് വിളിച്ചവൻ അവൾക്കരികിലിരുന്നു. ആ മുഖം ഇരു കൈയിലുമായി കോരിയെടുത്തു. ആടികൊണ്ട നീരിച്ച ആ കവളിൽ അവൻ ചുണ്ടു ചേർത്ത് വിതുമ്പി. പിന്നെ ഭ്രാന്ത് പിടിച്ച പോലെ അവളുടെ മുഖം മുഴുവനും ചുണ്ടമർത്തി. ഒടുവിൽ ആ ചുണ്ടിൽ വന്ന് അവസാനിക്കുമ്പോൾ ഇരുവരും തളർന്നിരുന്നു. അലുസേ? കഴുത്തിൽ അമർന്നിരിക്കുന്ന അവന്റെ മുഖം പതിയെ പിടിച്ചു ഉയർത്തി ലച്ചു. കണ്ണൊക്കെ കലങ്ങി, മുഖമൊക്കെ വാടി. അവനെ കണ്ടപ്പോൾ അവൾക്ക് സങ്കടം തോന്നി. അലുസേ? ഒന്നുമില്ലാട്ടോ, ഇതാ കണ്ടില്ലേ നമ്മുടെ കുഞ്ഞാമി? കണ്ടു, പക്ഷെ എനിക്ക് നിങ്ങളെ രണ്ടാളെയും ഒരുമിച്ച് കണ്ടാൽ മതിയായിരുന്നു. ലച്ചുവിന്റെ തലയിൽ പതിയെ തലോടി അൽത്താഫ് പറഞ്ഞു. ഒരുപാട് വേദനിച്ചു അല്ലടാ എന്റെ പാത്തൂന്? മാമിയൊക്കെ പറഞ്ഞു. എനിക്ക് ആ സമയം അതൊക്കെ കഴിഞ്ഞില്ലേ, ഇനി അതൊന്നും ഓർക്കണ്ട. എന്തൊക്കെയോ പറയാൻ വെമ്പി അവന്റെ ചുണ്ടിൽ വിരൽ അമർത്തി ലച്ചു പറഞ്ഞു. പുറത്തു വന്ന ഉമ്മയെ കാണും വരെ ഞാൻ എന്തോരം സങ്കടപ്പെട്ടെന്നറിയോ? എന്റെ ഉമ്മയെ പോലീസ് കൊണ്ടുപോയോ, എല്ലാരും കൂടെ വഴക്കു പറഞ്ഞോ എന്നൊക്കെയായിരുന്നു. ശരിക്കും ബോധം വന്നപ്പോൾ മുതൽ ആളെ കാണുന്നത് വരെ എന്റെ മനസ്സിൽ. അൽത്താഫിന്റെ കൈ പിടിച്ച് അതിൽ മുത്തിക്കൊണ്ട് ലച്ചു പറഞ്ഞു. അതൊക്കെ സോൾവ് ചെയ്തു. ഡോക്ടർ ഗായത്രി പറഞ്ഞില്ലേ നിന്നോട് കാര്യങ്ങളൊക്കെ? പറഞ്ഞു. ഇപ്പോ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമയത്താണ് പറഞ്ഞത്. അൽത്താഫ് ഒന്ന് മോളി. പിന്നെ വീണ്ടും മുഖം കുനിച്ച് അവളുടെ നിറക്കിൽ ചുണ്ടമർത്തി. പിന്നെ പതിയെ കുഞ്ഞിപ്പെണ്ണിന്റെ നെറ്റിലും ആള് മുഖം ഒന്ന് ചുളിച്ചിട്ട് വീണ്ടും ഉറക്കം തുടർന്നു. ലച്ചുവും മല്ലുവും അത് കണ്ട് ചിരിച്ചു പോയി. പിന്നെ 7 ദിവസം ലച്ചു ഹോസ്പിറ്റലിലായിരുന്നു. അവളെ കാണാൻ സുർമിയും ഋഷിയും വന്നിരുന്നു. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ സുർമി അഡ്മിറ്റ് ആവും. ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ടും ആണെന്ന് തോന്നും. മകളോടോ മരുമകളോടോ ക്ഷമിച്ച് സുർമയുടെ ബാപ്പയും ഉമ്മയും വന്നു. ഇവിടെ വന്ന് ലച്ചുവിനെയും കുഞ്ഞിനെയും കണ്ടിട്ടാണ് അവരും പോയത്. ഇതിനിടയിൽ നസീമയ്ക്ക് ബ്രെയിൻ ട്യൂമർ സ്ഥിരീകരിച്ചു. അതറിഞ്ഞപ്പോൾ എല്ലാവർക്കും സങ്കടം തോന്നിയെങ്കിലും താൻ ചെയ്യുന്നതിന്റെ ഫലം അവർ തന്നെ അനുഭവിക്കണമെന്നാണല്ലോ. എന്നിട്ടും അവർ ലച്ചുവിനെ കുറിച്ചോ അവർ നൊന്ത് പ്രസവിച്ച മകന്റെ ചോരയെക്കുറിച്ചോ ഒരു വാക്കുപോലും ചോദിച്ചില്ലെന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഹലോ, ഞാൻ പറഞ്ഞതിന്റെ മറുപടിയൊന്നും നീ പറഞ്ഞില്ല. എന്താ എന്റെ തീരുമാനം? എന്റെ പാത്തൂനെയും കുഞ്ഞാമ്മയും ചെമ്പോത്ത് കൊണ്ടുപോകുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ ഉമ്മയുള്ള വീട്ടിൽ ഇവരതെനിക്ക് താല്പര്യമില്ല. എന്റെ ഭാര്യയും കുഞ്ഞിനെയും ഇനി എന്റെ ഉമ്മ കാണണ്ട. ഇബ്രാഹിം ചോദിച്ചതിന് മറുപടി അൽത്താഫ് പറഞ്ഞു. ഇന്ന് ലച്ചു ഡിസ്ചാർജായി. അപ്പോ എങ്ങോട്ട് കൊണ്ടുപോകണം എന്നതിനെ ചൊല്ലിയാണ് സംസാരം. വേണ്ട ബാപ്പ, ലച്ചുമോളെ ഒന്നെങ്കിൽ നമുക്ക് ജന്നത്തിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ പ്രിയത്തിലേക്ക്. അല്ലാതെ നാസിമിയെ എനിക്ക് വിശ്വാസമില്ല. നാസറും കൂടെ പറഞ്ഞതോടെ ആയിഷമ്മയുടെ മുഖം വാടി. ചെമ്പോത്ത് തറവാടിന്റെ അവകാശം അല്ലുവാണ്. അവന്റെ പൊന്നുമോൾ ആദ്യം വരേണ്ടത് ആ തറവാട്ടിലല്ലേ? പിന്നെ എന്റെ ലച്ചുമോളെ
ഞാൻ തന്നെ കൈപിടിച്ച് തറവാട്ടിൽ കയറ്റണം എന്നൊരു ആഗ്രഹവും എനിക്കുണ്ട്. അത് സാധിച്ചു തരണം. അതിനുവേണ്ടി ഇനി നാസിമിയ തറവാട്ടിൽ കയറ്റരുത് എന്നാണെങ്കിൽ ഞാൻ അതിനും തയ്യാറാണ്. ആയിഷുമ നിറമിഴിയുടെ എല്ലാരെയും നോക്കി പറഞ്ഞു. ലജ്ജു സങ്കടത്തോടെ അൽത്താഫിനെ നോക്കി. അവൾ നോക്കുന്നത് കണ്ടതും അവൻ നോട്ടം മാറ്റിക്കളഞ്ഞു. അവർ വരും ഉമ്മ. എന്റെ കുട്ടികൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയണം. അതിനുവേണ്ടി ഞാൻ നാസിമയുമായി തിരികെ പോകാൻ തീരുമാനിച്ചു. റൂമിനകത്തേക്ക് വന്ന് കുഞ്ഞാമ്മയെ പതിയെ എടുത്തുകൊണ്ട് അക്ബർ പറഞ്ഞു. അളിയ, അതിപ്പോ ഇനി ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെ? ചോദിച്ചത് നാസർ ആണെങ്കിലും അൽത്താഫും ലച്ചുവും ഉൾപ്പെടെ എല്ലാവരും അക്ബറിന്റെ മുഖത്തേക്ക് നോക്കി. അതൊക്കെ അവിടെ ചെയ്യാം. ഒരിക്കലും അവൾ ഇനി ഇങ്ങോട്ട് വരാതെ നോക്കാം. ഞാനല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ വരും എന്റെ പൊന്നും കൊടുത്തിനെ കാണാൻ. പിന്നെ എന്റെ മക്കള്. എനിക്കിതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ കഴിയും? നിറഞ്ഞ കണ്ണുകളോടെ അയാൾ വീണ്ടും വീണ്ടും കുഞ്ഞാമ്മയെ ഉമ്മ വെച്ചു. കുഞ്ഞിപ്പെണ്ണും കണ്ണ് തുറന്ന് ഒന്ന് നോക്കിയിട്ട് വീണ്ടും ഉറക്കാൻ തുടങ്ങി. കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് മറ്റുള്ളവർക്കൊന്നും പ്രശ്നമില്ലല്ലോ ഉമ്മ. അക്ബർ ആയിഷുമയെ നോക്കി. ഇല്ല മോനെ, നസീമയ്ക്ക് മാത്രമാണ് മോളോട് വിരോധം. അതിന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നില്ലെന്നാണ് വെറുപ്പ് തോന്നി എനിക്ക്. അവർ മുഖം കുനിച്ചിരുന്ന് കരഞ്ഞു. ജമീല അവരെ തലോടി. ബാപ്പി, എനിക്കെന്താ പറയേണ്ടെന്ന് അറിയില്ല. വേണ്ടടാ, സന്തോഷമായിട്ട് ജീവിക്കണം നീ. ഞാൻ വന്ന് കണ്ടോളാം എല്ലാവരെയും. എന്നാളിയെ പോകുന്നത്? ഉടനെ പോകും. മുറിവൊന്ന് ഉണങ്ങണം. ഇന്നിപ്പോ അവളെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. നേരെ ആ പുതിയ വീട്ടിലേക്ക് പോകാനാണ് തീരുമാനം. പിന്നെ നിന്റെ ഉമ്മയ്ക്ക് നിന്നെ കാണുന്നു പറഞ്ഞിട്ടുണ്ട്. അക്ബർ അൽത്താഫിനോട് പറഞ്ഞു. ഞാൻ വന്ന് കണ്ടോളാം. അൽത്താഫ് സമ്മതിച്ചു. ഉപ്പുപ്പാന്റെ പൊന്നുമോള് നല്ല മോളായിട്ട് വളരണം കേട്ടോ. കുഞ്ഞാമ്മയെ എത്ര ഉമ്മ വെച്ചിട്ടും മതിയാകാതെ അക്ബർ അവളെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞുകൊണ്ട് നടന്നു ഏറെ നേരം ആ റൂമിനുള്ളിൽ. അങ്ങനെ ലച്ചുവിനെ അൽത്താഫ് ആഗ്രഹിച്ച പോലെ ആയിഷുമ്മ തന്നെ കൈ പിടിച്ച ചെമ്പൂത്ത് തറവാടിന്റെ പടി കയറ്റി. പിറ്റേന്ന് മുതൽ പ്രസവാനന്തര ശുശ്രൂഷയും തുടങ്ങി. ഇതിനിടെ നസീമയെ കൊണ്ട് അക്ബർ പോവാനുള്ളതൊക്കെ റെഡിയാക്കിയെന്ന് ചെമ്പൂത്ത് അറിയിച്ചിരുന്നു. നീ ആയിരുന്നോടാ? വാടാ, ഞാനൊക്കെ പാക്ക് ചെയ്യുകയായിരുന്നു. അൽത്താഫിനെ കാണുന്ന നസീമ 2-3 തവണ പറഞ്ഞെങ്കിലും പോകാൻ ആകുമ്പോൾ മാത്രമേ കാണാൻ ചെല്ലുന്ന അവൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. ഇതിപ്പം നാളെ അവർ പോകുവാണ്. അതുകൊണ്ട് ഇന്ന് അവൻ കാണാൻ വന്നതാണ്. ഉമ്മയ്ക്ക് സുഖല്ലേ? ബെഡിൽ ഹെഡ് റെസ്റ്റിൽ ചാരിന്ന് ഫോണിൽ നോക്കുന്ന നസീമയുടെ അൽത്താഫ് ചോദിച്ചു. ഹലോ മോനെ, എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. വാ, ഇവിടെ ഇരിക്ക്. നസീമ ബെഡിൽ തട്ടിക്കൊണ്ടു പറഞ്ഞു. അൽത്താഫ് അവർക്കരികിലിരുന്നു. അവർ അതിയെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ അവന്റെ തലയിൽ തലോടി. അൽത്താഫ് അസ്വസ്ഥനായി. ഈ കൈകൊണ്ടല്ലേ എന്റെ പാത്തൂനെ അടിച്ചത്? അതും പൂർണ്ണ ഗർഭിണിയായിരിക്കെ. എന്തോ അറപ്പ് തോന്നും. അവൻ വല്ലായ്മയുടെ എഴുന്നേറ്റു. ഞാൻ ഇറങ്ങട്ടെ ബാപ്പി. ഉമ്മയുടെ ഓപ്പറേഷൻ ഡേറ്റ് അറിയിക്കണം. ഞാൻ വരും. അൽത്താഫ് എഴുന്നേറ്റു. അക്ബറിന് അരികിൽ വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ എന്നെ കാണാൻ എന്റെ അല്ലി വരുമെന്ന്. ഇപ്പൊ കണ്ടില്ലേ, ദാ ഓപ്പറേഷൻ സമയത്തും അവൻ എത്തുമെന്ന്. നിങ്ങളല്ലേ പറഞ്ഞത് അവൻ വരില്ലെന്ന്? എനിക്കറിയാം എന്റെ മോനെ. നസീമ അക്ബറിന്റെ മുഖത്തേക്ക് വെല്ലുവിളി പോലെ നോക്കി. ഉമ്മേ, ഇന്ന് ഞാൻ കാണാൻ വന്നത് ഓപ്പറേഷൻ സമയത്ത് വരുമെന്ന് പറഞ്ഞതുമൊക്കെ എന്റെ കടമയാണ്. ഒരു മകനെന്ന നിലയിൽ നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ എന്ത് ചെയ്യണമോ അത് ഞാൻ ചെയ്യും. അതിൽ കൂടുതൽ സ്നേഹമൊന്നും എന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത് എന്ന്. നിങ്ങൾ എന്റെ പാത്തോനെ, ഞങ്ങളുടെ കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിച്ചോ? അന്ന് തീർന്നു. നിങ്ങളോടുള്ള എന്റെ സ്നേഹവും ആത്മാർത്ഥതയും. പിന്നെ കൊല്ലാൻ നോക്കിയെങ്കിലും എന്റെ പെണ്ണും കുഞ്ഞും ഇപ്പൊ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതോടെ പറയാനാണ് ഞാൻ വന്നത്. ബാപ്പി, ഞാൻ പോവാ. നാളെ ഞാൻ എയർപോർട്ടിൽ വരില്ല. സർജറി ടൈമിൽ ഞാനങ്ങ് എത്തും കേട്ടോ. പൊയ്ക്കോ, ഞാൻ വിളിക്കാം. പിറ്റേന്ന് തന്നെ അയൽ നസീമയും കൊണ്ട് ചികിത്സയ്ക്കായി തിരികെ പോയി. ചെമ്പോത്തു തറവാട്ടിൽ കുഞ്ഞാമ്മയുടെ ചിരിയും കരച്ചിലും ഒക്കെ മുഴങ്ങി കേട്ടു. സന്തോഷം മാത്രം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു പിന്നീട്. 24 വർഷങ്ങൾക്കിപ്പുറം ചെമ്പോത്തു തറവാടിന്റെ മുറ്റത്ത് അത്യാവശ്യം വലിയൊരു പന്തൽ ഉയർന്നിട്ടുണ്ട്. അതും രാജകീയമായി തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. തറവാടിന്റെ അകത്തും പുറത്തുമായി ആളുകൾ വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടെ പൊട്ടിച്ചിരി ഉയർന്നുണ്ട്. എല്ലാരും ആഹ്ലാദത്തിലാണ്. ആ പന്തിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന വധുവും വരനുമുണ്ട്. അൽത്താഫിന്റെയും ലക്ഷ്മി പ്രിയയുടെയും മൂത്ത മകൾ കുഞ്ഞാമ്മയെന്ന് എല്ലാരും കൊഞ്ചിച്ചു വിളിക്കുന്ന ഡോക്ടർ നൈമ. ലക്ഷ്മിയുടെ വിവാഹമായിരുന്നു. വിവാഹം കഴിച്ചത് ഡോക്ടർ ആരോൺ അലക്സ് ആണ്, കുഞ്ഞാമ്മയുടെ ചെക്കൻ. നമ്മുടെ കുഞ്ഞാമ്മയുടെ സീനിയർ ആയിരുന്ന പുള്ളി. അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെയുള്ള തറവാട്ടിലെ നല്ല ഒന്നാന്തരം അച്ചായൻ. പുള്ളി വീട്ടുകാരെയും കൊണ്ട് നേരെ ചെമ്പൂത്ത് വന്നു കയറി. പെണ്ണ് ചോദിച്ചു നോക്കിയപ്പോൾ കുഞ്ഞാമ്മയ്ക്കും ഇഷ്ടക്കുറവില്ല. കൂടുതലാണോ എന്നൊരു സംശയമേ അൽത്താഫിനുള്ളൂ. പിന്നെ ഒന്നും നോക്കാതെ നല്ല രീതിയിൽ തന്നെ കൈ പിടിച്ചു കൊടുത്തു. അതാണ് ഇന്നത്തെ വിശേഷം. പിന്നെ ബാക്കി വിശേഷങ്ങൾ കുഞ്ഞാമ്മയ്ക്ക് ശേഷം ലച്ചുവിനും അൽത്താഫിനും 2 ആൺകുട്ടികൾ കൂടെയുണ്ട്. 19 വയസ്സുള്ള ഇരട്ടകളായ
അമനും അമലും എല്ലാരും കൂടെ കൊഞ്ചിച്ചു വളർത്തുന്ന 3 മക്കൾ ഒരിക്കലും അമ്മയാവാൻ കഴിയില്ലെന്ന് ആരൊക്കെ പറഞ്ഞ കള്ളവും വിശ്വസിച്ച് ജീവിച്ചൊരു പെൺകുട്ടി. അവളെ പ്രാണൻ കൊടുത്ത് പ്രണയിച്ചൊരുവനും ദൈവം കൊടുത്ത നിധികളായിരുന്നു ആ 3 മക്കൾ. ബാപ്പിയുടെയും അമ്മയുടെ സ്നേഹവും ബഹുമാനവും ഒക്കെ ആണെങ്കിലും മൂന്നാൾക്ക് ജീവൻ ജമീലയോടും നാസറിനോടുമാണ്. ഐഷുമയും ഇബ്രാഹിമും ഈ ലോകം വിട്ടു പോയിട്ട് 2 വർഷം കഴിഞ്ഞു. അതുപോലെ നസീമ ജീവൻ പോകുന്ന നിമിഷം വരെ ലച്ചുവിനെയോ കുട്ടികളെ കാണുകയോ മിണ്ടുകയോ ചെയ്തില്ല. ഇപ്പൊ പോയിട്ട് 10 വർഷമായി. മരണസമയത്ത് അൽതാഫ് കൂടെ ഉണ്ടായിരുന്നു. ഒരു മകൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. അക്ബർ ശിഷ്ടകാലം മകന്റെയും മരുമകളുടെയും കൊച്ചുമക്കളുടെയും ബന്ധുക്കളുടെയും ഒപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ ചെമ്പൂത്തുണ്ട്. എന്താണ് എന്റെ കുഞ്ഞി പാത്തുമോ? കണ്ണൊക്കെ കലങ്ങിച്ചു വന്നല്ലോ. സന്തോഷിക്കേണ്ടതിന് പകരം കരയുവാണോ അല്ലൂസിന്റെ പാത്തുമ? റൂമിന് പുറത്തെ ബാൽക്കണിയിലിരുന്ന് വിതുമ്പുന്ന ലച്ചുവിനെ ചേർത്ത് പിടിച്ചു അൽത്താഫ്. ദാ എന്റെ പാത്തുവിന്റെ ഒരു കുഞ്ഞി തലമുടി നരച്ചു നിൽക്കുന്നു. ലച്ചുവിന്റെ ചെന്നിയിലെ ഒരു കുഞ്ഞി തലമുടി നോക്കി അൽത്താഫ് പറഞ്ഞു. വലിയ മാറ്റമൊന്നും ഇരുവർക്കും വന്നിട്ടില്ല. ലച്ചു ഇത്തിരി ഒന്ന് തടിച്ചു. അൽത്താഫ് ആണെങ്കിൽ അതുമില്ല. എപ്പോഴും ഇരുവരുടെയും കണ്ടാൽ ഈ പ്രായമുള്ള മക്കളുടെ അച്ഛനും അമ്മയും ആണെന്ന് ഒന്നും പറയില്ല. പിന്നെ നരയ്ക്കാതെ ദേ മോളുടെ കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോ വൈകാതെ അമ്മുമ്മയാവും. അപ്പോഴോ? അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി കണ്ണുകൾ നോക്കി ലച്ചു ചോദിച്ചു. അമ്മുമ്മയാവട്ടെ, അത് അപ്പോഴല്ലേ പറഞ്ഞിട്ട് അൽത്താഫ് ആ ചുടികളെ കവർന്നെടുത്തു. ലച്ചു പിടയിലൂടെ അവന് വയറിലൂടെ കൈ ചുറ്റി പിടിച്ചുകൊണ്ട് അവളെ കോരിയെടുത്ത് ബാൽക്കണി ഡോർ കാലുകൊണ്ട് തട്ടി അടച്ച റൂമിലേക്ക് കയറിയവൻ അവളെ ബെഡിലേക്ക് ചായച്ചു കിടത്തി. അവൾക്ക് മേലെ ചായുമ്പോൾ അൽത്താഫിന്റെ ഹൃദയം ആർദ്രമായി. ആ സിന്ദൂര രേഖയിൽ അമർന്ന ചുണ്ടുകൾ ആ ശരീരമാകെ പടർന്നു. ഏറെ നേരത്തിന് ശേഷം മടക്കാനാവാത്ത കിതപ്പോടെ അവളിൽ നിന്നും അടർന്നു മാറി അവളെ എടുത്ത് നെഞ്ചിൽ കിടത്തി. ആ നെറുകിൽ ചുണ്ടു ചേർക്കുമ്പോൾ ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ അതും ഒന്നായി ജീവിക്കാൻ അനുഗ്രഹിക്കണേ എന്ന ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഇരുവർക്കും ഉണ്ടായിരുന്നുള്ളൂ.